ഹായ് അസ്സാം വലൈക്കും. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടുപ്പിന്റെ വീഡിയോ ചെയ്യാൻ വേണ്ടിട്ട് കുറെ പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അടുപ്പിന്റെ വീഡിയോ പിന്നെ അടുപ്പുണ്ടാക്കണ കാണിച്ചു. ഞാൻ അടുപ്പുണ്ടാക്കിയിട്ടില്ല, അടുപ്പുണ്ടാക്കിയത് കൊടുന്ന് വെച്ചേക്കാണ്. അപ്പൊ അത് എങ്ങനെയാന്നുള്ളത് കാണിച്ചു തരാം. ഉണ്ടാക്കിയ അടുപ്പ് വാങ്ങിയതാണ്. ഈ ഓടിന്റെ അടുപ്പുണ്ടല്ലോ അതാണ്, പിന്നെ അത് വാങ്ങിയതാണ്. അത് കൊടുന്ന് വെച്ചേക്കണ്ട, അല്ലാതെ അതിമ കുറെ പണി എടുത്തിട്ടൊന്നും ഇല്ല. ഉണ്ടാക്കുന്ന വീഡിയോ കാണിച്ചു തരാൻ വേണ്ടിട്ട് പറഞ്ഞു. അപ്പൊ ഞാൻ അടുപ്പ് ഉണ്ടാക്കിയത് ഇത് മണ്ണാണ്. മണ്ണ് എന്ന് പറഞ്ഞാല് ഇത് ഞാൻ പറഞ്ഞു നമ്മളിവിടെ കുന്നിൻ ചെരിവുള്ള ഒരു സ്ഥലമാണല്ലോ. അത് മണ്ണ് ചെത്തി ചെത്തി ചെത്തിക്കാണ്ട് ഇങ്ങനെ ലെവലാക്കി ഇട്ട സ്ഥലമാണ്. അല്ലാതെ വെട്ടുകല്ല് വെച്ചുകാണ്ട് ഉണ്ടാക്കിയതൊന്നല്ല. എല്ലാവർക്കും ഞങ്ങൾ അടുപ്പ് ഇഷ്ടപ്പെട്ടതുകൊണ്ട് അടുപ്പിനെ കുറിച്ച് കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടി പറഞ്ഞു തരാണ്. പിന്നെ അതിന്റെ കൂടെ ഒരു വെള്ളപ്പം എങ്ങനെ ഉണ്ടാക്കുന്നുള്ളത് അത് കാണിച്ചു തരാൻ പറയുന്നത്, അതും ചെയ്യുന്നുണ്ട്. അപ്പൊ നീ ചെയ്തത് എങ്ങനെയാന്ന് ഞാൻ പറഞ്ഞിട്ടേ. അപ്പൊ ഇത് ലെവലാക്കി എടുത്തതാണെന്ന്, മണ്ണ് ചെത്തി ലെവലാക്കി എടുത്തതാണെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ എന്താ ഞാൻ ചെയ്തിട്ടുണ്ടെന്താ, ഇത് എടുക്കാൻ പറ്റിയ അടുപ്പാണ്. ഇങ്ങനെ ഇങ്ങനെ എടുത്ത് വെക്കാം. നമുക്ക് ഈ അടുപ്പ് എടുത്തിട്ട് എവിടെ കൊണ്ടുപോയിക്കാണ്ട് വെച്ചാലും നമുക്ക് തീയടിപ്പിച്ച ഭക്ഷണം ഉണ്ടാക്കാമല്ലേ. അപ്പൊ ഇത് ഇങ്ങനെ എടുത്തിട്ട് ഇത് ഞാനിപ്പോ എവിടെ വെക്കുക, ഇവിടെ വെച്ചെന്നു. ഇതിപ്പോ ഇങ്ങനെ വെച്ചു. ഇങ്ങനെ വെച്ചിട്ട് ഈ സ്ഥലത്ത് കുറച്ച് കുയ്യാണ്ട് കുത്തി കൊടുത്തിട്ട് അതിക്ക് ചെറുതായിട്ടൊരു കുയ്യ് കുത്തി കൊടുക്കുക. എന്നിട്ട് പിന്നെ അതിക്ക് ഇറക്കി വെച്ചെടുക്കുക. അത്രേ ഇത് ചെയ്യാൻ എളുപ്പം. എന്റെ കൈമ നിറച്ച് കൈയായിട്ടാണ് അടുപ്പ് ഉപയോഗിക്കണതല്ലേ. എന്നിട്ട് ഇത് ഒരു ചെറിയ കുയ്യ് കുത്തിയിട്ട് അയക്കണ്ട് ഇറക്കി വെക്കാൻ മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോ നമ്മള് നിലത്ത് വെച്ച് കണ്ട് പൊടിപ്പിച്ചെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെന്താ, ഈ അടുപ്പും നമ്മള് വെള്ളപ്പത്തിന്റെ മാവ് ഉണ്ടാക്കി വെച്ചതാണിത്. അത് ചെയ്യണം വീഡിയോ. ഇത് രണ്ടടുപ്പ് കൂടി. ഇതിപ്പോ രണ്ടെണ്ണമുള്ള അടുപ്പാണ്. അപ്പൊ നമ്മൾ ഇതില് കത്തിച്ചാലേ ഇതിലേക്ക് ചൂട് തട്ടും. അപ്പൊ എന്തെങ്കിലും സാധനം വെച്ചെടുത്താല് അവിടെ ഉണ്ടാവും. അപ്പൊ അതും ചൂടായി നിൽക്കും. അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ ചെയ്ത് വെച്ചിട്ട് കാണിച്ചുതരാ. ഇങ്ങനെ ഇത്ര ക്യാപ്പിൽ ഞാൻ ഇവിടെ ചെത്തി ഇങ്ങനെ കൊടുത്തിട്ട് അതിൽ സിമെന്റ് ഇട്ടിട്ട് ആണ്ട് വെച്ചേക്കണം. അതാണ് ചെറിയൊരു കുയ്യായി കണ്ടു കിട്ടുന്നത്. പിന്നെ ഇതേമാതിരി വിറക് വെക്കാൻ ഈ ഭാഗത്ത് ഇങ്ങനെ നീളത്ത് വെച്ചെടുത്തേക്കണം. ഇത് എന്താ ഞാൻ ഇതിൽ സിമെന്റിൽ ഉറപ്പിച്ചത്ത് വെച്ചാൽ, ഞാൻ പറഞ്ഞില്ല മഴക്കാലത്ത് നമുക്ക് ഇവിടെ വല്ലാതെ പിടിപ്പിക്കാൻ പറ്റില്ല ഞാൻ പറയില്ല വീഡിയോയില്. അതുകൊണ്ട് നമുക്ക് ആവശ്യം കഴിഞ്ഞാലും എടുത്ത് മഴക്കാലമൊക്കെ ആകുമ്പോൾ അകത്തേക്ക് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ സിമെന്റിൽ ഉറപ്പിച്ചിട്ടില്ല ഈ അടുപ്പ്. ഇത് ഇങ്ങനെ വെച്ചേക്കാണ്. ഈ സിമെന്റിൽ ഉറപ്പിക്കണം എന്നുള്ളവർക്ക് ഇതേമാതിരി ചെറുതായിട്ട് ഒരു കുഴി കുത്തിയിട്ട് കുറച്ച് സിമെന്റ് ഇട്ട് അതിലാണ് വെച്ചുകൊടുത്താൽ മതി. അല്ലാതെ ഇങ്ങനെ വെച്ചുകൊടുത്താൽ തന്നെ നമുക്ക് ഒരു പ്രശ്നം വരുന്നില്ല. കത്തുന്നുണ്ട്, പുറത്തേക്ക് ഇങ്ങനെ ആളി വരുന്നില്ല, അതിൻ്റെ ഉള്ളിൽ തന്നെ കത്തുന്നത്. ഇതാണ് എന്റെ അടുപ്പുണ്ടാക്കിയത്. ഞാൻ ഇതാണ് കൊടുന്ന് വെച്ചിട്ടുള്ളൂ കേട്ടോ. അല്ലാതെ ഞാൻ അതിമ കുറെ പണിയെടുത്തിട്ട് ഇത് മാത്രം കെട്ടാൻ കുറച്ച് പണിയെടുത്തതല്ല. അടുപ്പിന്റെ ഒരു വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിരുന്നു. അത് കുറെ ആൾക്കാർ കണ്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് പിന്നെയും ചോദിച്ചതുകൊണ്ട് ഞാൻ പറഞ്ഞു തരികയാണ്. പിന്നെ എപ്പോഴും ഇങ്ങനെ അടുപ്പിനെ കുറിച്ച് പറയുമ്പോ അതൊരു ബോറല്ലേ. അത് വിചാരിച്ചിട്ടാണ് നമ്മളിപ്പോ ഇന്നൊന്നും ഇങ്ങനെ പറയാത്തത്. കമന്റിന് മറുപടി കൊടുക്കുന്നുണ്ട്. അപ്പൊ വീഡിയോ അതിനെ പറ്റി ചെയ്യാൻ പറഞ്ഞപ്പോ നമ്മളിങ്ങനെ നിർത്തി നോക്കിയതാണ്. അപ്പൊ ഇതാണ് അടുപ്പ്. ഇത്ര ഏകത്തിലുണ്ടായിരുന്നു ഈ സ്ഥലം. ഇതിങ്ങോട്ട് ഇത്ര ചെത്തി ഇങ്ങനെ ചെറുതാക്കിയതാണ്. അങ്ങനെയാണ് ഇപ്പൊ ഈ അടുപ്പിനൊരു വീതനാക്കിക്കാണ്ട് എടുത്തിട്ടുള്ളത്. സിമെന്റാണ് തേച്ച് കൊടുത്തു. പൂയും സിമെന്റും മാത്രം അതിന്റെ മേലെ കുറച്ചാണ് തേച്ച് കൊടുത്തു. അത്രേ അവിടെ ചെയ്തിട്ടുള്ളൂ. പിന്നെ കല്ല് വെച്ച് നമ്മൾ മുന്നേ ഉണ്ടായ അടുപ്പ് കല്ലൊക്കെ വെച്ച് കെട്ടി ഉണ്ടാക്കിക്കാണ്ടുള്ള അടുപ്പായിരുന്നു. ഇതിമേ നമ്മൾ കുറച്ച് പണിയെടുത്തിട്ടുള്ളൂ. പിന്നെ ഈ സാധനം കൊടുന്നിട്ടു, ഈ ഗ്യൂരിറ്റീസിൻ്റെത് അത് കൊടുന്നിട്ടു വെള്ളം കൊണ്ട് എടുക്കാതെക്കാൻ വേണ്ടിട്ട്. അപ്പൊ നമുക്ക് എവിടെ കൊണ്ടുപോയി വെച്ച് കാണ്ടും പാചകം ചെയ്യാൻ പറ്റിയ അടുപ്പാണ്. ഓടടുപ്പാണ്. ഓടുണ്ടല്ലോ അതിന്റെ അടുപ്പാണ്. പക്ഷെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നല്ല ശ്രദ്ധിക്കണം. ഓട് പൊട്ടിയ പണി കിട്ടില്ല. അതേമാതിരി പൊട്ടിയതല്ല, പണി കിട്ടും. വിറകൊക്കെ വെക്കുമ്പോ കുത്തി കണ്ടു വെച്ചാലൊക്കെ ചിലപ്പം പണി കിട്ടും. അപ്പൊ നിങ്ങൾക്ക് വെള്ളപ്പം ഉണ്ടാക്കണം. അതിന് വേണ്ടിട്ട് ഞാൻ പൈമ അങ്ങനെ വെക്കാം കേട്ടാ. കണ്ടോളി എങ്ങനെ വെക്കുന്നുണ്ടെന്ന്. ഇങ്ങനെ വെക്കുക. അടുപ്പിന്റെ അത്ര വലുപ്പത്തിൽ ഇങ്ങനെ ചെറുതാക്കി ചെത്തി കൊടുത്തിട്ടുള്ളത്. അതേ പാകത്തിനാണ് വെക്കുക. അപ്പൊ രണ്ടടുപ്പും അങ്ങനെയാണ് വെക്കുന്നത്. സിമെന്റിൽ ഉറപ്പിച്ചിട്ടില്ല, ഇങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ കുറെ പണി എടുത്തിട്ടില്ല. അത്രേ ഉള്ളൂ. നമുക്ക് ഇനി എവിടെയും കൊണ്ടുപോയിക്കാണ് കുക്കിംഗ് ചെയ്യാനെങ്കിൽ എടുത്തുണ്ടാവാ. അങ്ങനത്തെ അടുപ്പാണ്. സിമെന്റിൽ ഉറപ്പിച്ചാൽ പിന്നെ പറ്റൂല കേട്ടാ. സിമെന്റിൽ ഉറപ്പിച്ചാത്തോണ്ട് അങ്ങനെ പറ്റും.
അപ്പോൾ നിങ്ങൾ അടുപ്പിൻ്റെ വീഡിയോ കണ്ടില്ലേ, അടുപ്പ് ഉണ്ടാക്കിയത് അങ്ങനെയാണ്. പിന്നെ അത് ഉണ്ടാക്കി തന്നിക്കണം, ഇങ്ങനെയൊക്കെ ചെയ്ത് തന്നിക്കണം. ഞാനെന്ന് പറഞ്ഞ് ഞാനല്ല കേട്ടോ, അതിൽ നമ്മളെ ഋതുക്കുട്ടീൻ്റെ ഉപ്പച്ചിയാണ് ഇതൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് വെള്ളപ്പത്തിനുള്ള അരി അരച്ചെടുക്കുക. അപ്പോൾ പച്ചരി നല്ലോണം കഴുകി എടുത്തിട്ട് അതിന് തന്നെ നല്ലോണം കഴുകി എടുത്തേക്കാണ്. എന്നിട്ട് അതിലേക്ക് ചോറിട്ടെടുത്തു. പിന്നെ ഒരു കപ്പ് ഈ ഒരു പാത്രത്തിന് പാത്രം ചോറിട്ടെടുത്തു. പിന്നെ അതുപോലെ തന്നെ ഒരു മുറി തേങ്ങ അതിട്ടെടുത്തിട്ട് പിന്നെ ഈസ്റ്റ് ഒരു 1/2 ടീസ്പൂൺ ഈസ്റ്റ് അതും ഇട്ട് കൊടുത്തുകാണ്ട് പിന്നെ അരിയും തേങ്ങയും ചോറും എല്ലാം കൂടെ മുങ്ങിക്കെടുക്കാൻ പാകത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. കുറേ ഒഴിച്ചിട്ടില്ല, കുറച്ച് ആ അരിൻ്റെ മേലെ ഇങ്ങനെ നിൽക്കുന്ന രീതിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തു. 1.5 നാഴി അരി എടുത്തിട്ടുണ്ട്, അതിലേക്കാണ് ഇതൊക്കെ ഇട്ട് കൊടുത്തത്. അപ്പോൾ ഇനി എന്താ പറയുക, നമ്മളെ മൺചട്ടികളൊക്കെ എവിടുന്നാണ് വാങ്ങിയതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ ഇതന്നെ കടിയിൽ മൺചട്ടിയുള്ള കടിയിലുണ്ട്, എല്ലാ സാധനവും ഉണ്ട്. നമ്മൾ പാത്രങ്ങൾ അലുമിനിയം പാത്രം സ്റ്റീൽ പാത്രമൊക്കെ ഉള്ള കടയില്ലേ, അതിലൊക്കെ ഉണ്ട്. പിന്നെ എന്താണ് ഈ വേങ്ങരണ്ടല്ലോ ഉമ്മത്തീസ് കട, അതിലുണ്ട്. ഇത് കുറച്ച് നേരം വെള്ളത്തിൽ കിടന്ന് പുതിർന്നതിൻ്റെ ശേഷമാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. പിന്നെ നമ്മൾ അടുപ്പ് വാങ്ങിയത് കുറേ കാലമായിക്കണം, ഒരു 2-3 കൊല്ലം മുന്നേ ഉള്ള അടുപ്പാണ്. നമ്മൾ വീഡിയോ ചെയ്തിരുന്ന അന്നത്തെ അടുപ്പ്, നമ്മൾ മുന്നേ ഒരു ചാനലുണ്ടായിരുന്നു നമ്മൾ പറയില്ലേ, അതിലുള്ള അന്നത്തെ അടുപ്പാണ്. ഒരു അടുപ്പേ ഇപ്പം അടുത്ത് വാങ്ങിയിട്ടുള്ളൂ. ഒന്ന് പിന്നെ നമ്മളെ മണ്ണ് ചാടി അന്ന് ഒരു അടുപ്പ് കിടന്നിരുന്നു, എല്ലാം കൂടെ അതിൻ്റെ മേൽക്കെല്ലാം വീണത് കിടന്നിരുന്നു, ഒന്ന് കിടന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ആ ഒറ്റ അടുപ്പ് അതേ ഉള്ള അടുപ്പാണ്. പിന്നെ 2 ഉള്ളത് പിന്നെ നമ്മൾ വാങ്ങിയതാണ്. അപ്പോൾ അതിന് അന്ന് നമ്മൾ ആദ്യം വാങ്ങിയത് എന്താ വില വെച്ചറിയില്ല, ഇപ്പോൾ അടുത്ത് വാങ്ങിയതിന് എന്തായാലും ഒരു 400-ൻ്റെ അടുത്തുണ്ട്, അതെൻ്റെ ഓർമ്മയിൽ. അപ്പോൾ ഉമ്മത്തീസ് എന്ന് പറഞ്ഞ കടയിലുണ്ട്. പിന്നെ മൺചട്ടിയുള്ള കടയിലൊക്കെ ചോദിച്ചാൽ പറഞ്ഞു തരും. അപ്പോൾ ഇതാ വെള്ളപ്പത്തിനുള്ള മാവൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്. പാകത്തിന് വെള്ളമൊക്കെ പാർന്ന് ആ മിക്സീൻ്റെ ജാറൊന്ന് ചുരറ്റാൻ മാത്രം കുറച്ച് വെള്ളം പാർന്നിട്ടാണ് അതും കൂടെ ചുരറ്റെടുത്ത് കണക്ക് പാർന്ന് വെച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അടുപ്പമ്മ അവിടെ ഇരുന്നോട്ടെ, വൈകുന്നേരമാണ് ഇനി ചൂടുന്നത്. അപ്പോൾ തീയൊക്കെ ഒന്ന് കുടിപ്പിച്ച് വെക്കട്ടെ, എന്നിട്ട് നമുക്ക് നമ്മളെ വെള്ളപ്പത്തിൻ്റെ ചട്ടി വെച്ച് കൊടുക്കാം. അപ്പം നമ്മളെ ചാനൽ 1K സബ്സ്ക്രൈബ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മളെ സന്തോഷം അറിയിക്കണേ, നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നമ്മളെ സന്തോഷം അറിയിക്കണേ. പിന്നെ ഇനിയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മൾ എന്നും വീഡിയോ ഇടലില്ല, വിടുന്ന അന്ന് പിന്നെ എന്നും നമ്മൾ 2 മണിക്കാണ് വിടൽ വീഡിയോ. അപ്പോൾ ഇതാ നമ്മളെ വെള്ളപ്പത്തിൻ്റെ മാവ് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് സോഡാപ്പൊടി ഇട്ട് കൊടുത്തിരുന്നു, അത് നമ്മൾ ഇതിൽ വീഡിയോയിൽ കാണിച്ചാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഈസ്റ്റും തേങ്ങയും ചോറും പച്ചരി എല്ലാം കൂടെ അരച്ച് എടുത്തതാണിത്. അപ്പോൾ ഇതാ പൊങ്ങി നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. വെള്ളപ്പത്തിൻ്റെ വീഡിയോ ചെയ്യാൻ പറഞ്ഞിരുന്നു. ഇത് പിന്നെ നമ്മൾ തലേ ദിവസം അരച്ച് അങ്ങനെ ഉണ്ടാക്കി. ഇതിപ്പോൾ ഞാൻ 1 മണിക്ക് അരച്ച് വെച്ചേക്കണു. പിന്നെ ഉണ്ടാക്കുന്നത് 5 മണിയായിരിക്കണം കേട്ടോ. അപ്പോൾ 2-3 മണിക്കൂർ ഇരുന്നേക്കണം. പിന്നെ മോളൊക്കെ സ്കൂളിൽ വന്നതിന് ശേഷമാണ് ഇപ്പം നമ്മൾ ഈ വീഡിയോ എടുക്കേണ്ടത്. അപ്പം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കട്ടെ. ഉപ്പ് ഞാൻ അപ്പം ചേർത്തിട്ടില്ല, അപ്പം വിളിച്ചാൽ ഒരു രസം ഉണ്ടാവില്ല. ഞാൻ അരച്ചുകാണ്ട് ഈ അടുപ്പുമ്മ തന്നെ വെച്ചു. അപ്പോൾ ഒരു ചൂട് തട്ടില്ല, വെയിലുണ്ടല്ലോ പുറത്ത്. അപ്പോൾ മറ്റേ തണുപ്പത്തായാൽ അങ്ങനെ പൊങ്ങി കിട്ടൂല. തണുപ്പുണ്ടായാലും നമ്മൾ രാത്രി അരച്ച് വെച്ചാൽ നേരം വെളുക്കോളം ഇരുന്നിട്ട് പൊങ്ങലുണ്ട്, അങ്ങനെ ചെയ്യും. തണുപ്പുണ്ടായാൽ പൊങ്ങാൻ കുറച്ച് പണിയാണ്. അപ്പോൾ ആ ചട്ടിയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ എണ്ണ തേച്ച് കൊടുക്കുന്നുണ്ട്. മൺചട്ടി ആകുമ്പോൾ പിന്നെ ഇന്ന് കിട്ടാൻ പണിയില്ല, അപ്പോൾ കുറച്ച് എണ്ണ തേച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ വെള്ളപ്പത്തിൻ്റെ ചട്ടി ഗ്യാസ് അടുപ്പം വെക്കുന്നത് വേഗം എളുപ്പത്തിൽ കിട്ടുമല്ലോ. ഇതിന്മേൽ കിട്ടാത്ത കേടൊന്നുമില്ല, പക്ഷേ ചിറ്റിച്ചെടുക്കുമ്പോൾ ഇങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ ആയി കിട്ടുന്നില്ല, അല്ലാത്ത കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മളേക്കൊരു ചെറിയ മൺചട്ടി ഉണ്ട് വെള്ളപ്പത്തിൻ്റെത്, അപ്പോൾ അതിലൊന്ന് ഉണ്ടാക്കി വെക്കണം. ഞാൻ എപ്പോഴും ഉണ്ടാക്കലൊന്നുമില്ല, എപ്പോഴെങ്കിലൊക്കെ അല്ലേ വെള്ളപ്പം ചൂടുള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ അടുപ്പുമ്മ തന്നെ ഒന്ന് ഉണ്ടാക്കി വെക്കുക എന്ന് വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. പിന്നെ ഗ്യാസുമ്മ ഉണ്ടാക്കണമുണ്ട്.
വെള്ളപ്പം, കറി മുട്ടക്കറി. വെച്ചിട്ടോ കറി ആവണ്ട, ഈ ഉള്ളി തീരുത്താട്ടെ. അപ്പം ഞാൻ ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടുന്ന സമയം കൊണ്ട് നമ്മളെ റിതുമോന് മുട്ടയൊക്കെ തൊളിച്ചെന്ന് അത് കഴിഞ്ഞാണ്ട് ഓന് ചെടിയൊക്കെ നനക്കാനെന്ന് പറഞ്ഞുകൊണ്ട് നനക്കാനൊക്കെ നിൽക്കുകയാണ്. ഓനക്ക് കറി ഇല്ലാതെ കിട്ടണം, അതിൻ്റെ മുന്നേ തന്നെ തിന്നണം, പഴിച്ചുന്നുണ്ട്, അതൊക്കെയാണ് ഇപ്പോൾ ഓൻ പറഞ്ഞത്. അപ്പോൾ അതാ ഓന് ചെടി നനക്കുകയാണ്, അത് കഴിഞ്ഞിട്ട് ഇനി തിന്നാൽ മതിയെന്നും പിന്നെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഇതിത്തെ പച്ചക്കറീൻ്റെ വിത്തൊക്കെ കോഴിക്കൾ തിന്നിട്ടോ, ഞാൻ പറഞ്ഞില്ല കോഴിക്കളെ അടിയിൽ ഉണ്ടാവില്ലെന്ന്, കുറച്ചൊക്കെ തിന്നു. പിന്നെ ഞാൻ കുറച്ച് തെയ്യുള്ളത് പിന്നെ തൈര ഭാഗത്ത് ഉണ്ടാക്കിയിരുന്നല്ലോ, ആ ഭാഗത്ത് കൊണ്ടുവച്ചു. അപ്പം ഇനി ഇതിക്ക് നമ്മളെ മുട്ട ഇട്ട് കൊടുക്കട്ടെ കേട്ടോ. അപ്പോൾ കറി ആയിട്ടുണ്ട്, ഇനി ഓനക്ക് എടുത്ത് കൊടുക്കും ചെയ്യട്ടെ. എൻ്റെ നനക്കലൊക്കെ കഴിഞ്ഞ് പോകാൻ വന്നു. അപ്പോൾ നമ്മൾ ഗ്യാസ് അടുപ്പുമ്പോൾ പിന്നെ വെള്ളപ്പത്തിൻ്റെ ചട്ടിയിലൊന്ന് ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.